ഡോക്ടറെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ അഡ്വാൻസ് ICU സംവിധാനത്തിൻ്റെ പ്രത്യേകത? മാഡം എന്തായാലും ആദ്യം നന്ദി, ഇത് ഒന്ന് ഉദ്ഘാടനം ചെയ്തതിന് വളരെ അധികം നന്ദി. നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ്, ഒരു അഡ്വാൻസ്ഡ് ICU എന്നുള്ളത് സ്യൂട്ടാണ്. ബേസിക്കലി ഇവിടെ നമുക്ക് രോഗിയുടെ കൂട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ. നമ്മൾ സാധാരണ ICU എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, അവരുടെ ഫാമിലി പുറത്തേക്ക് നിൽക്കുന്നു. അതിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലിക്ക് അവരുടെ ട്രീറ്റ്മെന്റിൽ ഭാഗമാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ നമ്മുടെ നോർമൽ ICU. അപ്പൊ ഇതില് അവർക്ക് കൂടെ നിൽക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒന്നും അല്ലാത്ത വരുന്ന അതെ മാഡം, ഇൻഫെക്ഷൻ അല്ലാതെ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ, സ്ട്രോക്ക് വന്നത്, അങ്ങനെയുള്ള ഈവൻ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള പോളിട്രോമ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ICUവിൽ അവർക്ക് കൂടെ നിൽക്കാൻ പറ്റും. ഇവരുടെ തീരുമാനം നമ്മൾ ഈ റൗണ്ട്സ് പോലെ ഉള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റൗണ്ട്സ് എടുക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമല്ലോ രോഗീനെ. ഇപ്പൊ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റുന്ന ഈവൻ ആ ഒരു തീരുമാനത്തിൽ പോലും നമുക്ക് ഫാമിലിനെ ആ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. നല്ലൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റും. പേഷ്യന്റിന്റെ ഒരു വല്ലാത്തൊരു ട്രോമ, ഒരു അസ്വസ്ഥതയൊക്കെ ഒഴിവാക്കാനും ബൈസ്റ്റാൻഡർമാരുടെ ഉത്കണ്ഠ ഒഴിവാക്കാം. കാരണം അവർക്ക് ആകെ ഉണ്ടാവുന്ന ഇത് യൂഷ്വലി ഒരു മീറ്റിംഗ് ടൈം പറഞ്ഞ ഒരു 5 to 10 minutes അവരെ വിസിറ്റിങ്ങും കൂടാണ്ട് രാവിലെ മേ ബി ഡോക്ടർ ജസ്റ്റ് പുറത്ത് വന്നിട്ട് ഒരു സംസാരിക്കുന്ന ഒരു 5 മിനിറ്റും ആയിരിക്കും അവർക്ക് മൊത്തത്തിൽ ഒരു ദിവസം മൊത്തം ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു മെയിൻലി ആ ഒരു മെന്റൽ പീസ് കിട്ടുന്നതാണ് പേഷ്യന്റിനും. അതുപോലെ നിൽക്കുന്ന ആളെ ആരോഗ്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതെ അല്ലെ, അയാൾക്ക് വേറെ തരത്തിലുള്ള അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾ കാണാൻ പറ്റാത്ത ഇപ്പൊ ഒരു പ്രൊസീജിയർ ചെയ്യാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് നിർത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ഇപ്പം വർക്കിംഗിൽ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരെ ഒരു കുറച്ച് സമയത്തേക്ക് മനസ്സിലാവുമല്ലോ. അതെ, മാക്സിമം ഈ രാത്രി സമയത്തൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ കൂടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഈ ഒരു ICU മാനിയ എന്ന് പറഞ്ഞിട്ടൊരു അസ്വസ്ഥത ഉണ്ട്. അത് ഈ ബീപ്പ് ശബ്ദമൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സിൽ അതേ ഉണ്ടാവുള്ളൂ. വേറെ ബന്ധുക്കളാരും അടുത്തുണ്ടെന്ന് കാണുമ്പോൾ ഒരു റിലാക്സ്, അങ്ങനെ ഒരു ഇത് വരും. നല്ലതാണ്, വളരെ നല്ലതാണ്. എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി പുറത്തുണ്ട്. നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം, നോർത്ത് അമേരിക്ക, യൂറോപ്പിലെല്ലാം അധികവും അങ്ങനെയാണ്. കാരണം അവർ അത്രയും ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ ഒരു ജിയോഗ്രഫിയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വളരെ നല്ലൊരു സംവിധാനമായി. എന്തായാലും ഡെലിവറി അങ്ങനെയാണല്ലോ. ഡെലിവറി ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇതാക്കുമ്പോൾ പുനലൂർ ഹോസ്പിറ്റലൊക്കെ ആദ്യം ആ സിസ്റ്റം കൊണ്ടുവന്നു. ഒരു താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഒരു പ്രത്യേകിച്ചുള്ളൊരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ ഇതേതായാലും മിംസ് തുടങ്ങി. അതിനിപ്പം പലരും എന്തായാലും ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിങ്ങൾ അതിന് തുടക്കം കുറിച്ചത് വളരെ നല്ല കാര്യമാണ്. ഹോസ്പിറ്റലിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയായിട്ട് അത് കാണാൻ സാധിക്കും. വളരെ നന്നായി. എല്ലാറ്റിലും നമുക്കൊരു ഹ്യൂമാനിറ്റേറിയൻ ഇതുണ്ടല്ലോ, കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പേഷ്യൻറ്റിന് രോഗം സുഖമാകുന്നതിൽ മാനസിക നിലവാരം ഒരു പ്രധാന ഘടകമാണ്. ഒരു അസ്വസ്ഥത ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഞങ്ങളെല്ലാം വന്നിട്ട് ചിലപ്പോൾ ചില പേഷ്യൻറ്റിനെ കാണാൻ നിങ്ങളുടെ പെർമിഷൻ ചോദിച്ച് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ കയറി എനിക്ക് ചിലപ്പോൾ ഒരു കുറ്റബോധം ചിലയിടത്ത് കയറാണ്ട് പോയിട്ടുണ്ട്. ബന്ധുക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരെയും എല്ലാ സമയവും കയറ്റാൻ പറ്റില്ലല്ലോ, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ പരിശോധിച്ച ഒരാൾ കൂടെ നിൽക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും വളരെ നല്ല ഒരുപാട് പേഷ്യൻസിന് ആശ്വാസം ഉണ്ടായിട്ടല്ലേ ഇത് കാരണം. ഓക്കെ ഡോക്ടർ, വളരെ നല്ലത്.